മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാജസ്ഥാനിൽ വെച്ച് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒന്നൊന്നര പ്രസംഗം നടത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ടാണ് അമിത്ഷായുടെ കിടിലൻ പ്രസംഗം വന്നിട്ടുള്ളത്. ഞാൻ അതിന്റെ പൂർണ്ണ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ മൂട്ടിൽ അമിത്ഷാ തീയിട്ടു എന്ന് തന്നെയാണ് ബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഏതായാലും ആ പൂർണ്ണ പരിഭാഷയൊന്ന്, ആ പ്രസംഗത്തിന്റെ പരിഭാഷയൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്നോടൊപ്പം പറയോ ഭാരത് മാതാ കി ജയ്. എന്തുകൊണ്ട് സഹോദര മേവാറിലെ ജനങ്ങളുടെ ശബ്ദത്തിന് എന്ത് സംഭവിച്ചോ? ഇത് മഹാറാണ പ്രതാപിന്റെ നാടാണ്. എന്നോടൊപ്പം നിങ്ങളുടെ രണ്ട് കൈകളും ഉയർത്തുക. വിജയത്തിന്റെ ദൃഢനിശ്ചയത്തോടെ മുഷ്ടി ചുരുട്ടുക. ഉച്ചത്തിൽ ഭാരത് മാതാ കി ജയ് എന്ന് പറയുക. വേദിയിൽ സന്നിഹിതരായ രാജസ്ഥാൻ സർക്കാരിന്റെ ജനപ്രിയ മുഖ്യമന്ത്രി ശ്രീ ഭജൻലാൽ ശർമ്മ, ഉപമുഖ്യമന്ത്രി ശ്രീ പ്രേംചന്ദ് ബർവാജി, ഗോത്ര വികസന മന്ത്രി ശ്രീ ബാബുലാൽ ഗരാഡിജി, റവന്യൂ മന്ത്രി ശ്രീ ഹേമന്ത് മീണജി, നഗരവികസന മന്ത്രി ശ്രീ ജബ്ബർ സിംഗ് ഖാരാജി, ചിറ്റർഗഡിന്റെ ചുമതലയുള്ള മന്ത്രി സിസ്റ്റർ മഞ്ജു മഗ്വാർ വാഗ്മർ ജെ, സഹകരണ മന്ത്രി ശ്രീ ഗൗതം ഡാഗ്ജെ, നമ്മുടെ ജനപ്രിയ MP ദയവായി ഉറക്കെ കൈയടിക്കുക. ശ്രീ CP ജോഷിജി, നമ്മുടെ MP ചുന്നിലാൽ ഗരാസിയാജി, ശ്രീ മന്നലാൽ റാവത്ത് ജി, ദാമോദർ അഗർവാൾ ജി, ശ്രീ സുധീർ ഗുപ്തജി. ഇന്ന് ആരുടെ ശ്രമപ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നുവോ ഇവർ നമ്മുടെ MLA മാർ, മുതിർന്ന നേതാക്കൾ. ശ്രീ ചന്ദ് കൊർബലാനിജി ഇന്ന് രാജസ്ഥാനിലെ ഈ പുണ്യഭൂമിയായ നിബഹേരിയിലെത്തിയ ഈ ധീരഭൂമിയിലെ എല്ലാ നിവാസികൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. റാം റാം സഹോദരേ സഹോദരന്മാരെ, അമ്മ അംബയുടെ അനുഗ്രഹവും വർഷിക്കുന്നൊരു നാടാണിത്. സേത്തുകളുടെ സേത്ത് സൻവാരിയ സേത്തിന്റെ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നു. ഭഗവാൻ ചാർ ഭുജ്നാഥ് തന്നെ ഇവിടെയാണ് വസിക്കുന്നത്. ഈ പുണ്യഭൂമിയെ ഞാൻ വണങ്ങുന്നു. നൂറുകണക്കിന് വർഷങ്ങളായി രാജ്യമെമ്പാടുമുള്ള ദേശസ്നേഹികൾക്ക് ഈ ധീരഭൂമി കാശിയേക്കാൾ കുറവല്ല. മുഗളർക്ക് ഈ സന്ദേശം അയച്ച നാടാണിത്. നിങ്ങൾക്ക് ഞങ്ങളെ യുദ്ധത്തിൽ തോൽപ്പിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെ കീഴടക്കാൻ കഴിയില്ല. ഈ ധീരദേശമായ ചിറ്റോർ ദേശത്തെ ഞാൻ വീണ്ടും വീണ്ടും വന്ദിക്കുന്നു. മഹാറാണ പ്രതാപ്, വീർ പൂജാഭിൽ, സേത്ത ബാമാശ എന്നിവരുടെ സ്വരാജിനോടുള്ള ദേശസ്നേഹം, മതം, ഭക്തി, സമർപ്പണം എന്നിവ മുഗളരുടെ വിജയരഥത്തെ തടഞ്ഞു. ദേശീയ അഭിമാനമായ മഹാറാണ പ്രതാപിന് ഞാൻ എൻ്റെ ഹൃദയംഗമമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഓഗസ്റ്റ് 16 ഈ ദിവസം തന്നെയാണ് അടൽജി നമ്മയെല്ലാം വിട്ടുപോയത്. അടൽജിയുടെ സ്മരണയ്ക്കായി ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ ഈ പുണ്യഭൂമിയിൽ 21 അടി ഉയരമുള്ള ഒരു ഭീമാകാരമായ പ്രതിമയും ഒരു മഹത്തായ സ്മാരകവും സ്ഥാപിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൃപാലാനിജിയും CP ജോഷിയും എന്നെ കാണാൻ വന്നു. സമയം വളരെ കുറവായിരുന്നു, പക്ഷെ എനിക്ക് 2 ആകർഷണങ്ങൾ ഉണ്ടായിരുന്നു. മേവാറിന്റെ ധീരമായ ഭൂമി സന്ദർശിക്കുന്നതും അടൽജിയുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്നതും ഞാൻ ഉടൻ തന്നെ സമ്മതിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അടൽജിയുടെ വ്യക്തിത്വവുമായി സാമ്യമുള്ള ഒരു ഗംഭീര പ്രതിമ 1.5 കോടി രൂപയിലധികം ചെലവിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിനായി പ്രവർത്തിച്ച എല്ലാ തൊഴിലാളികൾക്കും എൻ്റെ അഗാധമായ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് 5755 കോടി രൂപയുടെ 944 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും 15 ജില്ലകളിലായി തറക്കല്ലിടൽ ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. രാജസ്ഥാനിൽ മോദിജി ഹർ ഘർ നൽ ഹർ ഘർ ജൽ, എല്ലാ വീടുകളിലും വെള്ളക്കുടം പദ്ധതി ആരംഭിച്ചപ്പോൾ രാജസ്ഥാനിലെ 1.1 ദശലക്ഷം വീടുകൾക്ക് മാത്രമേ വെള്ളം വിതരണം ചെയ്തുള്ളൂ. ഞങ്ങൾ നിരവധി കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു. അമ്മമാരും സഹോദരിമാരും ജീവിതം നിലനിർത്താൻ 3 കുടം തലയിൽ ചുമന്ന് വെള്ളം ശേഖരിക്കാൻ മൈലുകൾ സഞ്ചരിക്കാറുണ്ടായിരുന്നു. ഒരു അമ്മക്കും ഒരു സഹോദരിക്കും ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലെന്ന് നരേന്ദ്രമോദി
തീരുമാനിച്ചു. 70 വർഷത്തിനുള്ളിൽ 1.1 ദശലക്ഷം വീടുകൾക്ക് കോൺഗ്രസ് വെള്ളം നൽകിയെന്ന് ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. വെറും 8 വർഷത്തിനുള്ളിൽ 6.4 ദശലക്ഷം വീടുകൾക്ക് മോദി വെള്ളം നൽകി. 70 വർഷത്തിനുള്ളിൽ കോൺഗ്രസ് ചെയ്തതിനേക്കാൾ 6 മടങ്ങ് കൂടുതൽ നേട്ടങ്ങൾ 8 വർഷത്തിനുള്ളിൽ മോദി കൈവരിച്ചു. ഇതാണ് മോദിയുടെ പ്രത്യേകത. സുഹൃത്തുക്കളെ, ഇന്നലെ ഓഗസ്റ്റ് 15 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ മറ്റെല്ലാ വർഷങ്ങളിലെയും പോലെ ഒരു മഹത്തായ ആഘോഷത്തിന് നാം എല്ലാവരും സാക്ഷ്യം വഹിച്ചു. എന്നാൽ ഇത്തവണ ഒരു മാറ്റമുണ്ടായി. എന്നെ പോലുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ മാറ്റം ഒരു വലിയ മാറ്റമായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 80 വർഷത്തിന് ശേഷം രാജ്യത്തുടനീളമുള്ള പതാക ഉയർത്തൽ ചടങ്ങുകളിലും വന്ദേ മാതരം ആദ്യമായി ആലപിച്ചു. കോൺഗ്രസ് വന്ദേ മാതരം മറന്നുപോയി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആ അനശ്വര മാസ്റ്റർ പീസുകൾ വന്ദേ മാതരം ഭാരത് മാതാക്കെ ഞങ്ങൾ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു എന്ന ഗാനത്തിലെ ആ 2 വാക്കുകൾ ആയിരക്കണക്കിന് ആളുകളെ അത് ജപിച്ചുകൊണ്ടിരിക്കെ തോക്കിലേറ്റ് അവരെ വെടിവെച്ചോ, വടികൊണ്ട് അടിച്ചോ. വർഷങ്ങളോളം അവർ ജയിലിൽ കിടന്നു. വോട്ട് ബാങ്ക് അധികാരത്തിനായുള്ള അത്യാഗ്രഹത്തിൽ കോൺഗ്രസ് വന്ദേ മാതരം മറന്നു. വന്ദേ മാതരം പിറന്നിട്ട് 150 വർഷമായി. മോദി ചെങ്കോട്ടയുടെ കൊത്തളങ്ങളിൽ നിന്ന് വന്ദേ മാതരത്തിനൊരു പൊതുജീവൻ നൽകി. അവരുടെ നാണക്കേട് നോക്കൂ. കോൺഗ്രസ് പാർട്ടി ആസ്ഥാനത്ത് വന്ദേ മാതരം ആലപിക്കുകയായിരുന്നു. ഗാനം ആലപിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റിനോട് നിർത്താനും പറഞ്ഞു. നാം എല്ലാവരും ടിവിയിൽ കണ്ടു. 80 വർഷങ്ങൾക്ക് ശേഷം ബങ്കിം ബാബുവിന്റെ ഈ അനശ്വര മന്ത്രം വീണ്ടും ആദരവ് നേടുമ്പോൾ സോണിയാഗാന്ധിക്ക് അത് മനസ്സിലാകുന്നില്ല. സോണിയാഗാന്ധി 1.4 ബില്യൺ ആളുകൾ നിങ്ങളെ കാണുന്നു. നിങ്ങൾ ചെയ്ത ഈ പാപം ഈ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ല. അവർ നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് തരില്ല. വന്ദേ മാതരം അപൂർണമായി ഉപേക്ഷിക്കുമെന്ന് ആരെങ്കിലും എങ്ങനെ സ്വപ്നം കാണും? കോൺഗ്രസുകാർ ലജ്ജിക്കണം. അവർ അല്പമെങ്കിലും നാണക്കേട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ കൈകൾ കൂപ്പി ബങ്കിം ബാബുവിന്റെ രാജ്യത്തെ ജനങ്ങളുടെയും അനശ്വര ആത്മാവിനോട് ക്ഷമ ചോദിക്കണം. സുഹൃത്തുക്കളെ, ഇന്ന് അടൽജിയുടെ ചരമവാർഷികമാണ്. രാജ്യമെമ്പാടുമുള്ള ആളുകൾ അടൽജിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പ്രസിഡന്റ്, മാഡം, പ്രധാനമന്ത്രി അവരെല്ലാം ഇന്ന് ഡൽഹിയിൽ അടൽജിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ന് നാം എല്ലാവരും പുതുതായി നിർമ്മിച്ച അദ്ദേഹത്തിന്റെ പ്രതിമക്ക് മുന്നിൽ വണങ്ങി രാജ്യത്തിന്റെ വികസനത്തിനും സുരക്ഷയ്ക്കും അടൽജി നൽകിയ സംഭാവനകളെ അനുസ്മരിച്ചു. ദേശസ്നേഹത്തിന്റെ പാത പിന്തുടർന്നു. അദ്ദേഹം RSS പ്രചാരകനായി, അദ്ദേഹം ഒരു ജനസംഘ പ്രവർത്തകനായി. വെറും 33 വയസ്സുള്ളപ്പോൾ ബൽറാംപൂരിൽ നിന്ന് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. സുഹൃത്തുക്കളെ, 1957 മുതൽ 1996 വരെ 40 വർഷം അദ്ദേഹം പ്രതിപക്ഷത്ത് സേവനം അനുഷ്ഠിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം ദേശസ്നേഹമായിരുന്നു. രാഷ്ട്രം ഒന്നാമത് ഈ പ്രത്യയശാസ്ത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടിത്തറ. അദ്ദേഹം ജയിലിലേക്ക് പോലും പോയി മർദ്ദനങ്ങൾ നേരിട്ടു. കോൺഗ്രസ് പാർട്ടിയുടെ അതിക്രമങ്ങൾ സഹിച്ചു. പക്ഷെ ഒരിക്കലും തന്റെ തത്വങ്ങൾ ഉപേക്ഷിച്ചില്ല. അടൽജി പ്രധാനമന്ത്രിയായപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഒരിക്കലും അംഗമാകുകയോ അതിൽ ചേരുകയോ ചെയ്യാത്ത രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാകാനുള്ള ബഹുമതി ലഭിച്ചു. പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം നിരവധി പ്രധാന തീരുമാനങ്ങൾ എടുത്തു. പട്ടിക വളരെ നീണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ രാജസ്ഥാനിലായിരിക്കുമ്പോൾ ഉക്രാനിൽ ആഗോള സമ്മർദ്ദത്തെ നേരിടാതെ ഇന്ത്യയുടെ ആണവശക്തിക്കായി ആരെങ്കിലും പോരാടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സുവർണ ചതുർഭുജ പദ്ധതിയിലൂടെ അദ്ദേഹം എല്ലാ ഗ്രാമങ്ങളെയും റോഡുകളുമായി ബന്ധിപ്പിച്ചു. ദേശീയ പാതകൾ നിർമ്മിച്ചു. 6 വർഷത്തെ ഹ്രസ്വകാല ഭരണകാലത്ത് അദ്ദേഹം നിരവധി പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ആദിവാസി വികസന മന്ത്രാലയം സ്ഥാപിച്ചതാണ്. ഈ രാജ്യത്ത് ആദിവാസികൾക്കായി പ്രത്യേക മന്ത്രാലയം
ഉണ്ടായിരുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി നേതാവ് അടൽ ബിഹാരി വാജ്പേയി ആദ്യമായി ആദിവാസി ക്ഷേമ മന്ത്രാലയം രൂപീകരിക്കുന്നതിന് തുടക്കമിട്ടു. ഇന്ന് ഏറ്റവും ദരിദ്രരായ ആദിവാസി കുടുംബത്തിലെ മകളായ ദ്രൗപദി മുർമു ഇപ്പോൾ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതിയായി രാഷ്ട്രപതി ഭവനിൽ ആദരാഞ്ജലി അർപ്പിച്ചു. നരേന്ദ്രമോദി എപ്പോഴും ആദിവാസി ക്ഷേമത്തിനായി നിലകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നരേന്ദ്രമോദി പട്ടികവർഗ വിഭാഗത്തിലുള്ള ബജറ്റ് 25,000 കോടി രൂപയിൽ നിന്ന് 1.225 ദശലക്ഷം കോടി രൂപയായി വർദ്ധിപ്പിച്ചു. ബിർസ മുണ്ടയുടെ ജന്മദിനം ഗോത്ര അഭിമാന ദിനമായി ആഘോഷിച്ചു. ഛത്തീസ്ഗഡ്, ഒറീസ, അരുണാചൽ പ്രദേശ് എന്നിവ ഗോത്ര മുഖ്യമന്ത്രിമാരെ നിയമിച്ചു. 10 ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായി മ്യൂസിയങ്ങൾ സ്ഥാപിച്ചു. 752 ഏകലവ്യ വിദ്യാപീഠങ്ങൾ സ്ഥാപിച്ചു. അടൽജി ആരംഭിച്ചത് മോദി ഫലവത്താക്കി. സുഹൃത്തുക്കളെ, അടൽജി പത്രപ്രവർത്തകനായപ്പോൾ അദ്ദേഹം തന്റെ പേന കൊണ്ട് ദേശീയതയെ പ്രോത്സാഹിപ്പിച്ചു. കവിയായപ്പോൾ അദ്ദേഹം തന്റെ വാക്കുകളാൽ ദേശസ്നേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം ദേശീയ സുരക്ഷയെയും സദ്ഭരണത്തെയും ഉയർത്തിപ്പിടിച്ചു. അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും തന്റെ തത്വങ്ങൾ ഉപേക്ഷിച്ചില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം അവ ഉപേക്ഷിച്ചില്ല. അത്തരം ഒരു വീരപുരുഷൻ അപൂർവമായി മാത്രമേ ജനിക്കാറുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ശത്രുക്കളില്ലാത്ത ഒരു മഹാനായ മനുഷ്യനായി അറിയപ്പെടുന്നത്. ഭജൻലാൽ ശർമ്മയുടെ സർക്കാർ ഞങ്ങൾ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും വേഗത്തിൽ നിറവേറ്റാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഭജൻലാൽ ജിയെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജസ്ഥാൻ ജലക്ഷാമത്തിന് പേരുകേട്ടതായിരുന്നു. 3 പ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഭജൻലാൽ ജി രാജസ്ഥാന്റെ പകുതി ഭാഗത്തിന്റെയും ദാഹം ശമിപ്പിച്ചു. ഈ ഭജൻലാൽ ഹരിയാന, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്ന് നിങ്ങൾക്കായി വെള്ളം ഇവിടെ കൊണ്ടുവന്നു. ഏതാണ്ട് ഒരൊറ്റ പദ്ധതി 30 ദശലക്ഷം ആളുകളുടെ ദാഹം ശമിപ്പിക്കും. മറ്റ് 2 പദ്ധതികളുമായി ചില പൊതു സവിശേഷതകളുണ്ട്. എന്നാൽ ഇത് 2.5 കോടി ആളുകളുടെ ദാഹം ശമിപ്പിക്കും. റൈസിംഗ് രാജസ്ഥാനിൽ 35 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വന്നിട്ടുണ്ട്. 36 പുതിയ നയങ്ങൾ രൂപീകരിച്ചു. 1,78,000 തൊഴിൽ മേഖലകളിൽ തൊഴിലവസരങ്ങൾ നൽകിയിട്ടുണ്ട്. സഹോദരിമാരെ, 450 ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്ന ജോലിയും നമ്മുടെ ഭജൻലാൽ ശർമ്മ ചെയ്തിട്ടുണ്ട്. ഇതുവരെ 58.7 ദശലക്ഷം സിലിണ്ടറുകൾ സബ്സിഡി നൽകി മോദിജി നൽകിയ 5 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ആയുഷ്മാൻ ആരോഗ്യ യോജന 45 ലക്ഷം പേർക്ക് നൽകി. ലാഡോ ഇൻസെന്റീവ് രാജസ്ഥാനെ മുഴുവൻ പച്ചപ്പ് കൊണ്ട് നിറയ്ക്കുന്നതിനുള്ള ഒരു ക്യാമ്പയിനും അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഗെഹ്ലോട്ട് ജിയും അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവായ സംസ്ഥാന പ്രസിഡന്റും പോരാടിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ അനുഗ്രഹിക്കുന്നിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി പൊതുസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. നരേന്ദ്രമോദിക്കും ഭജൻലാൽ ശർമ്മക്കും താഴെയായി രാജസ്ഥാൻ ഈ 5 വർഷത്തിനുള്ളിൽ വളരെ അധികം പുരോഗമിക്കും. സഹോദരി സഹോദരന്മാരെ, അത് വളരെ അധികം പുരോഗമിക്കും. ഇന്ന് ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും എന്നെ ഇവിടെ ക്ഷണിച്ചു. അടൽജിയുടെ മഹത്തായ പ്രതിമ ഉദ്ഘാടനം ചെയ്യാനുള്ള പദവി നിങ്ങൾ എനിക്ക് നൽകി. 96-ൽ അടൽജി ഗാന്ധിനഗർ ലോക്സഭയിൽ നിന്ന് മത്സരിപ്പിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ചുമതലക്കാരനായിരുന്നു. ഞാൻ വളരെ അടുത്ത് പ്രവർത്തിച്ചു. ഇത്രയും വലിയൊരു ഭൂമിയിൽ ഒരു മഹാന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു. എനിക്ക് ഈ ഭാഗ്യം നൽകി. അതിനാൽ എല്ലാവർക്കും നന്ദി. ഈ പരിപാടിക്ക് നിരവധി അഭിനന്ദനങ്ങൾ. ശ്രീമാന്റെ പ്രശസ്തി ലോകമെമ്പാടും വ്യാപിക്കട്ടെ. നിങ്ങൾ കേട്ടില്ലേ, എത്ര സുന്ദരമായ ഒരു പ്രസംഗമാണ്. വന്ദേ മാതരത്തെ എതിർത്ത കോൺഗ്രസിലേക്ക് അദ്ദേഹം കടന്നങ്ങ് ആക്രമിച്ചിട്ടുണ്ട്. കേരളത്തില് വന്ദേ മാതരം ആലപിച്ചിട്ടില്ല എന്നൊക്കെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പുളകം കൊണ്ട് വിളിച്ചു പറയുമ്പോ ഇതിന്റെയൊക്കെ റിസൾട്ട് ഇതിപ്പോ രാജസ്ഥാനിലായി പ്രസംഗം നടന്നത്. വന്ദേ മാതരത്തെ എതിർത്തോ, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തെ കോൺഗ്രസ് എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് കോറുള്ള ഈ രാജ്യത്തെ ജനത ഒരിക്കലും പൊറുക്കില്ല.
ഈ രാജ്യത്തെ സ്നേഹിക്കുന്നത്, ഈ രാജ്യത്തിന്റെ പൈതൃകമൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇത്തരം പ്രസംഗങ്ങളൊക്കെ അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുമ്പോൾ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ പറയും അത് പൊളിറ്റിക്കൽ തന്ത്രമാണോ എന്ന്. അത്തരം മറുപടികൾ പറയുന്ന സകലരോടും പറയാനുള്ളത്, വിവേകമുള്ള ഒരു മലയാളി എന്ന നിലയ്ക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, ഈ രാജ്യത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നത്, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നത്, ഈ രാജ്യത്തിന്റെ പൈതൃകം ഉയർത്തിപ്പിടിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണെങ്കിൽ ആ പൊളിറ്റിക്കൽ തന്ത്രം ആരെടുക്കുന്നോ അവർക്ക് കൈയടിക്കാനാണ് ഈ രാജ്യത്തിന്റെ ജനത മുന്നോട്ട് വെക്കുന്നത്. ഈ രാജ്യത്തെ ജനത അത്തരം തന്ത്രങ്ങൾ, അതായത് രാജ്യത്തോട് ഏറ്റവും കൂടുതൽ നന്മ കാണിക്കാൻ ആര് മത്സരിക്കുന്നോ അതിൽ മുമ്പിലെത്തുന്നത് ആരോ അവർക്കാണ് ഈ രാജ്യത്തെ ജനത കൈയടിക്കുക. ഇത് വെറുതെ പറയല്ല. ഈ രാജ്യത്തെ ഭൂരിപക്ഷം, ഈ രാജ്യത്തെ പകുതിയിലധികം സംസ്ഥാനങ്ങളും ഇന്ന് NDA BJP ഭരിക്കുന്നത് ഈ രാജ്യത്തോട് അവർ മത്സരിച്ച് സ്നേഹം, ദേശീയത അവർ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ്. കോൺഗ്രസ് മത്സരിക്കട്ടെ. വന്ദേമാതരം ആലപിക്കാതിരുന്നത് മലബാറിലുള്ള മുസ്ലിം ലീഗ് എന്നൊരു ഈർക്കൾ പാർട്ടിക്ക് വേണ്ടിയാ. അതിന് കോൺഗ്രസ് കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് രാജസ്ഥാനിൽ നിന്നൊക്കെ കേട്ടില്ലേ ഈ പ്രസംഗം. ഇത് രാജ്യത്തുടനീളം അമിത്ഷാ പ്രസംഗിക്കും. അമിത്ഷാ ശൈലിയിൽ അങ്ങ് ആഞ്ഞടിച്ചു പോയാൽ അമിത്ഷായുടെ പ്രസംഗത്തിന്റെ തുടക്കമൊക്കെ ഞാൻ മനഃപൂർവ്വം മുന്നോട്ട് വെച്ചതാണ്. ആ തുടക്കം അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ മതിയായിരുന്നു. ഇവിടെയുള്ള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയൊക്കെ പ്രവർത്തകർ കൂടി ഒന്ന് മനസ്സിലാക്കണം. ഒരു മണ്ണിലെത്തിയാൽ ആ മണ്ണിന്റെ പാരമ്പര്യവും പൈതൃകവും കൃത്യമായിട്ട് എടുത്തുയർത്തിപ്പിടിച്ച് ദേശസ്നേഹത്തോട് കൂടിയിട്ട് അദ്ദേഹം ആ തുടങ്ങുന്ന ഒരു പ്രസംഗമുണ്ടല്ലോ, അതിനൊരു പ്രത്യേക ശൈലിയുണ്ട്. ആ ശൈലിക്ക് ഈ രാജ്യത്ത് എല്ലാ കാലത്തും കയ്യടി നേടും. അത് കോൺഗ്രസ്സുകാർ അത്തരത്തിൽ പ്രസംഗിച്ചാൽ അതിന് കയ്യടി കിട്ടും. ഇത് ഈ രാജ്യത്തോട് സ്നേഹമുള്ള ജനത ഈ രാജ്യത്ത് കൂടുതലുണ്ട്. കോൺഗ്രസ് ഈ മുസ്ലിം ലീഗിന് വേണ്ടി വന്ദേമാതരത്തേക്ക് എതിർത്താൽ നിങ്ങൾക്ക് ഈ മലബാറിലും കേരളത്തിലും മാത്രമേ കുറച്ചു കാലം കൂടിയൊക്കെ ഭരിക്കാൻ സാധിക്കൂ. അത് കഴിഞ്ഞാൽ കേരളത്തിലും ജനങ്ങൾ ആട്ടിപ്പുറത്താക്കുമെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. രാജ്യത്തിന്റെ വന്ദേമാതരത്തെ, രാജ്യത്തിന്റെ സംസ്കാരത്തെ, പൈതൃകത്തെ ഇതൊക്കെ തള്ളി പറഞ്ഞാൽ കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെയാവും. അതിനോട് ആരും മത്സരിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നോ അവർക്കൊപ്പം തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ നിൽക്കൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യ. അതിന്റെ റിസൾട്ടാണ് BJPയുടെ വിജയങ്ങൾ എന്നുള്ളത് ഇന്നും കോൺഗ്രസിന് മനസ്സിലായിട്ടില്ലേ. ഇവിടെ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിച്ച് ഇങ്ങനെ കേരളത്തിൽ വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ 140 കോടിയിലധികം ജനങ്ങളുണ്ട്. വെറും 3.5 കോടി ജനങ്ങളുള്ള നമ്മുടെ കേരളത്തിലെ, അത് മലബാറിൽ മാത്രമുള്ള ഒരു പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസ് സകലതും അടിയറവ് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസിനെടുത്ത് ആറ്റിലറിയില്ലേ. അമിത്ഷാ ഒക്കെ ഏതായാലും കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ റിസൾട്ട് വരുന്ന ഉത്തർപ്രദേശ് റിസൾട്ടിലും സകല മലയാളികൾക്കും കാണാനും സാധിക്കും.